ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമാജിനറി റൂട്ട്സ് ഓഫ് ഇക്വേഷൻസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് എന്ന പോർഷനാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക a+bi എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ എ എന്ന് പറയുന്ന പാർട്ടിലെ അതാണ് റിയൽ ആയിട്ടുള്ള പാർട്ട്, ആൻഡ് bi എന്ന് പറയുന്നതിൽ ബി എന്ന് പറയുന്നത് ഒരു ഇമാജിനറി പാർട്ടായിരിക്കും. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ a+biയുടെ കോൺജുഗേറ്റിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈൻ എന്ത് ചെയ്താൽ മതി, ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അതായത് a+biയുടെ കോൺജുഗേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് മാറ്റി മൈനസ് ഇടുക. അപ്പോൾ എന്ത് വരും, a-bi. അതായത് a+biയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് a-bi ആയിരിക്കും. അടുത്തത് ഒരു കോൺജുഗേറ്റ് ഓഫ് എ റിയൽ നമ്പർ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ തന്നെയായിരിക്കും. എക്സാമ്പിളായിട്ട് നോക്കാം, 5 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്. ഈ 5ൻ്റെ കോൺജുഗേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം, 5+0i എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്, 5 - 0i, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് എ റിയൽ നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും, ഒരു റിയൽ നമ്പറിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, റിയൽ നമ്പർ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ദി കോൺജുഗേറ്റ് ഓഫ് a+b എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺജുഗേറ്റ് ഓഫ് a പ്ലസ് കോൺജുഗേറ്റ് ഓഫ് b ആയിരിക്കും. അതുപോലെ തന്നെ കോൺജുഗേറ്റ് ഓഫ് ab എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ഓഫ് a ഇൻറ്റു കോൺജുഗേറ്റ് ഓഫ് bക്ക് ഈക്വലായിരിക്കും. ഇത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ പോർഷനിലേക്ക് പോകാം. ആദ്യം ഒരു തിയറാണ് പറയുന്നത്. എന്താ തിയറം പറയുന്നത്, ഇഫ് ആൻ ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻ ഹാസ് ആൻ ഇമാജിനറി റൂട്ട് a+bi ഓഫ് മൾട്ടിപ്ലിസിറ്റി ആൽഫ, ഇറ്റ് ഹാസ് ആൾസോ ദി കോൺജുഗേറ്റ് റൂട്ട് a-bi ഓഫ് ദി സെയിം മൾട്ടിപ്ലിസിറ്റി ഓർ ഇമാജിനറി റൂട്ട് ഒക്കേഴ്സ് ഇൻ കോൺജുഗേറ്റ് പാർട്സ്. അതായത് ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ട് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. ഇതിൻ്റെ ഒരു ഇമാജിനറി റൂട്ടാണ് a+bi വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ a+biയുടെ കോൺജുഗേറ്റ് അഥവാ a-bi എന്ന് പറയുന്നതും എന്തായിരിക്കും, ഈ ഇക്വേഷൻ്റെ ഇമാജിനറി റൂട്ടായിരിക്കും വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ. അതാണ് തിയറം പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഒരു റിയൽ കോഎഫിഷ്യൻസോട് കൂടിയിട്ടുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷന് കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് f(x) = a0x⁻n പ്ലസ് a1x⁻n-1 പ്ലസ് എക്സെട്ര പ്ലസ് an = 0. ഈ പോളിനോമിയൽ ഇക്വേഷൻ്റെ ഒരു ഇമാജിനറി റൂട്ടാണ് a+bi വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, f(a+bi) = 0, f'(a+bi) = 0, etc. f⁻α-1 into a+bi is equal to 0 and f⁻α a+bi which is not equal to 0 എന്ന് എഴുതാൻ കഴിയും. ഇതിൽ നമ്മളോട് ആദ്യം പറയുന്നത് എന്താണ്, f(a+bi) = 0. ഇതിൽ നിന്നും നമ്മുടെ ഫംഗ്ഷനിൽ, അതായത് ഫംഗ്ഷൻ എന്താ പറയുന്നത്, f(x) = a0x⁻n പ്ലസ് a1x⁻n-1 പ്ലസ് എക്സെട്ര പ്ലസ് an = 0 എന്നല്ല പറയുന്നത്. അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് a+bi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, a0 ഇൻറ്റു a+bi⁻n പ്ലസ് a1 a+bi⁻n-1 പ്ലസ് എക്സെട്ര പ്ലസ് an = 0 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ഈ ഇക്വേഷൻ്റെ കോൺജുഗേറ്റ് എടുക്കുകയാണ്. രണ്ട് സൈഡിലും കോൺജുഗേറ്റ് എടുക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം a എന്ന് പറയുന്നതും b എന്ന് പറയുന്നതും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ab ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, വിച്ച് ഈസ് ഈക്വൽ ടു a കോംപ്ലിമെൻറ്റ് ഇൻറ്റു b കോംപ്ലിമെൻറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് നമ്മളോട് പറയുന്നത്, നമ്മൾ എന്തൊരു ചെയ്യണം, a0 ഇൻറ്റു a പ്ലസ് bi⁻n കോംപ്ലിമെൻറ്റ് പ്ലസ്
a1 into a plus bi raised to n minus 1 complement plus etc plus an complement which is equal to 0 complement. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്സ് എടുക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? എ നോട്ട് കോംപ്ലിമെൻറ്റ് ഇൻറ്റു എന്ത് വരും? എ നോട്ട് കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ പ്ലസ് ബി ഐ റേസ് ടു എൻ കോംപ്ലിമെൻറ്റ് പ്ലസ് എ വൺ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ പ്ലസ് ബി ഐ റേസ് ടു എൻ മൈനസ് വൺ കോംപ്ലിമെൻറ്റ് പ്ലസ് എക്സെട്ര പ്ലസ് എൻ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 0 കോംപ്ലിമെൻറ്റ്. ഈ എ നോട്ട് എ വൺ എക്സെട്ര എൻ എന്നൊക്കെ പറയുന്നത് റിയൽ ആയിട്ടുള്ള നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? ഒരു റിയൽ നമ്പർ തന്നെയാണ്. അപ്പം എ നോട്ടിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ത് വരും? എ നോട്ട് തന്നെ. എ പ്ലസ് ബി ഐ റേസ് ടു എന്നിൻ്റെ കോംപ്ലിമെൻറ്റ് എന്തായിട്ട് മാറും? സൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എ മൈനസ് ബി ഐ റേസ് ടു എൻ പ്ലസ് എ വൺ ഇൻറ്റു എ മൈനസ് ബി ഐ റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എന്നിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്? എ എൻ തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു 0 കോംപ്ലിമെൻറ്റ് ബിക്കം ഈക്വൽ ടു 0. നമ്മുടെ ഇക്വേഷൻ എന്ത് വന്നു? എ നോട്ട് ഇൻറ്റു a minus b I raised to n plus a1 into a minus b I raised to n minus 1 plus etc plus an which is equal to 0 എന്ന് വന്നു. That is f of a minus b I which is equal to 0. which implies that a minus b I എന്ന് പറഞ്ഞാൽ is a imaginary root of f of x. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ആൽഫയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് എഫ് ഡാഷ് ഓഫ് എ പ്ലസ് ബി ഐ വിക്കം ഈക്വൽ ടു 0 ആണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്താൽ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എ മൈനസ് ബി ഐ വിക്കം ഈക്വൽ ടു 0. അങ്ങനെ ഓരോന്നിൻ്റെയും കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് എന്ത് വരും? എക്സെട്ര അപ് ടു എഫ് റൈസ് ടു ആൽഫ മൈനസ് 1 എ പ്ലസ് ബി ഐ വിക്കം ഈക്വൽ ടു 0. അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്? എഫ് റൈസ് ടു ആൽഫ മൈനസ് 1 ടു എ മൈനസ് ബി ഐ വിക്കം ഈക്വൽ ടു 0. ഇനി മൾട്ടിപ്ലിസിറ്റി ആൽഫയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് റൈസ് ടു ആൽഫ എ മൈനസ് ബി ഐ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് എഫ് റൈസ് ടു ആൽഫ എ പ്ലസ് ബി ഐ ബിക്കം നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് റൈസ് ടു ആൽഫ എ പ്ലസ് ബി ഐയെ നമുക്ക് എന്ത് ചെയ്താൽ എ പ്ലസ് ബി ഐ എന്ന് എഴുതാൻ കഴിയും. ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും രണ്ടും എന്തല്ല? 0 അല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? എഫ് റൈസ് ടു ആൽഫ എ മൈനസ് ബി ഐ വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഐ എന്ന് വരും. ദി നമ്പേഴ്സ് is not equal to 0. That is f raised to alpha a minus b I which is not equal to 0. That is a minus b I is the root of f with multiplicity alpha. അപ്പോൾ നമ്മുടെ തിയറം എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഐ വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ എന്ന് പറയുന്നത് ഈസ് ദി ഇമാജിനറി റൂട്ട് ഓഫ് എ പോളിനോമിയൽ ഇക്വേഷൻസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. ദെൻ ദി കോൺജുഗേറ്റ് ഓഫ് എ പ്ലസ് ബി ഐ എന്ന് പറയുന്നതും എന്തായിരിക്കും? ഈസ് ദി ഇമാജിനറി റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി ആൽഫ. അത് നമ്മുടെ തിയറം പറയുന്നത്. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി നോട്ട് എന്താ പറയുന്നത് നോക്കാം. ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻ്റ് ആണ്. അതിന് ഇമാജിനറി റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒക്കർ ചെയ്യാം പെയർ ഓഫ് കോൺജുഗേറ്റ് റൂട്ടായിട്ടായിരിക്കും. സോ ദെയർ നമ്പർ ഈസ് ഈവൻ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എ പ്ലസ് ബി ഐ എന്ന് പറയുന്നത് ഈസ് ദി ഇമാജിനറി റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള എ മൈനസ് ബി ഐ എന്ന് പറയുന്നതും ഈ എഫ് ഓഫ് എക്സിൻ്റെ എന്തായിരിക്കും? ഒരു ഇമാജിനറി റൂട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഈവൻ നമ്പർ ഓഫ് കോൺജുഗേറ്റ് റൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കിട്ടി. അടുത്തത് പറയുന്നത് ഒരു എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ വിത്ത് റിയൽ കോഎഫിഷ്യൻ ഹാസ് ഡിഗ്രി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഈസ് എൻ. വെൻ എൻ ഈസ് ഓഡ് then there exists at least one real root. അതായത് ഒരു പോളിനോമിയൽ ഉണ്ട്, അതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, വിത്ത് റിയൽ കോഎഫിഷ്യൻ. അതിൻ്റെ ഡിഗ്രി എൻ ആണ്. ഈ എൻ എന്ന് പറയുന്നത് ഓടാണെന്നുണ്ടെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് വൺ റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് പറയാണ് എൻ എന്ന് പറയുന്നത് ഒരു 3 ആണെന്നുണ്ടെങ്കിൽ അതിന്
നമുക്ക് പറയാം ഒരു ഇമാജിനറി റൂട്ട് എ പ്ലസ് ബി ഐ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള എ മൈനസ് ബി ഐയും അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ സപ്പോസ് എക്സ് പ്ലസ് ബി ഐ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് ബി ഐയും കൂടി എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ n ഈക്വൽ ടു 3 ആണ്. അതിൽ 3 റൂട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ 4 റൂട്ട് എക്സിസ്റ്റ് ചെയ്തില്ലേ. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാം അറ്റ്ലീസ്റ്റ് 1 റിയൽ റൂട്ട്, ഒരു എ എന്ന് പറയുന്ന ഒരു റിയൽ റൂട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയും. അടുത്തതായിട്ട് പറയുന്നത് എനി റിയൽ പോളിനോമിയൽ ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻ ടു റിയൽ ലീനിയർ ആൻഡ് ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ്. അതായത് ഇപ്പോൾ എ പ്ലസ് ബി ഐ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി റൂട്ടാണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഫാക്ടർ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് മൈനസ് എ പ്ലസ് ബി ഐ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ മൈനസ് ബി ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ കമ്പാനിയൻ ഫാക്ടർ ദാറ്റ് ഈസ് ഇതിൻ്റെ കോൺജുഗേറ്റ് എ പ്ലസ് ബി ഐയുടെ കോൺജുഗേറ്റ് എന്താ, എ മൈനസ് ബി ഐ. ഈ എ മൈനസ് ബി ഐന് നമുക്ക് ബി ഐയുടെ ലീനിയർ ഫാക്ടർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും, എക്സ് മൈനസ് എ മൈനസ് ബി ഐ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ പ്ലസ് ബി ഐ എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഈ രണ്ട് ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, എക്സ് മൈനസ് എ മൈനസ് ബി ഐ ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് ബി ഐ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് ഒരു റിയൽ കോഎഫിഷ്യൻസോട് കൂടിയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് നമുക്കിതിനെ മാറ്റാൻ കഴിഞ്ഞു. അതായത് ഒരു റിയൽ പോളിനോമിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫാക്ടറൈസ്ഡ് ഇൻ ടു ലീനിയർ ആൻഡ് ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ്. അടുത്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് വിത്ത് റിയൽ കോഎഫിഷ്യൻ ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 4 പ്ലസ് 1 ബിക്കം ഈക്വൽ ടു 0. അതായത് ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നത് n ഇസ് ഈക്വൽ ടു എന്താണ്, 4 ആണ്. അപ്പോൾ 4 റൂട്ട്സ് ഈ ഇക്വേഷന് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് റൂട്ട്, 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ റൂട്ട് 2, അതിൻ്റെ കോൺജുഗേറ്റ് ആണ് 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ റൂട്ട് 2, പിന്നെ -1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ റൂട്ട് 2, അതിൻ്റെ കോൺജുഗേറ്റ് ആണ് -1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ റൂട്ട് 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീനിയർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എക്സ് മൈനസ് 1 ബൈ റൂട്ട് 2 മൈനസ് ഐ ബൈ റൂട്ട് 2 ആൻഡ് എക്സ് മൈനസ് 1 ബൈ റൂട്ട് 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ റൂട്ട് 2 എന്ന് എഴുതാം. ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് എക്സ് റൂട്ട് 2 പ്ലസ് 1 എന്ന് വരും. ഇതെന്തായി, ലീനിയർ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫാക്ടറാക്കി മാറ്റി. ഇനി വേറെ രണ്ട് കോൺജുഗേറ്റ്സ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് 2 മൈനസ് ഐ ബൈ റൂട്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ റൂട്ട് 2 ബിക്കം ഈക്വൽ ടു എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റൂട്ട് 2 പ്ലസ് 1. അതായത് എക്സ് റൈസ് ടു 4 പ്ലസ് 1നെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. അതായത് എക്സ് റൈസ് ടു 4 പ്ലസ് 1 ബിക്കം ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റൂട്ട് 2 പ്ലസ് 1 നമുക്കങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും.